വിചിത്ര ഡയലോഗ് നോക്കണേ. തലസ്ഥാനത്തെ ജനറൽ ആശുപത്രിയെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജായി പ്രഖ്യാപിച്ചുകൊണ്ട് സ്വന്തം അപ്പന്റെ പേര് അതിന്റെ മുന്നിൽ ബാനർ അടിച്ചു വയ്ക്കാൻ തീരുമാനിച്ച മകൻ മന്ത്രിയായിട്ടുള്ള കെ മുരളീധരൻ ഇന്നിപ്പോ പൊതിച്ചോർ വിഷയത്തിൽ ചോദിച്ചൊരു ചോദ്യം നിങ്ങളൊന്ന് കേട്ടെ. ബോർഡ് വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുന്ന സിസ്റ്റത്തിനെ കുറിച്ച് കുറച്ച് എതിർപ്പ് വന്നു. അതിനേക്കാളും നല്ലത് നമ്മൾ സേവനം ചെയ്യുമ്പോൾ എന്തിനാ ബോർഡ് എന്തിനാ? കമ്മ്യൂണിറ്റി കിച്ചണാകുമ്പോൾ നിങ്ങൾ കൊണ്ടുകൊടുത്തോ, ആര് വേണമെങ്കിലും കൊണ്ടുകൊടുത്തോ, ഒരു കുഴപ്പമില്ല. നമ്മുടെ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ഞാൻ പറയുമ്പോൾ ഞാൻ കുറച്ച് ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അതിന് എൻ്റെ ഐഡൻറ്റിറ്റിയുടെ ആവശ്യമില്ലല്ലോ. എനിക്കൊരു കഴിവുള്ളതുകൊണ്ട് അവർക്ക് ഭക്ഷണം ഞാൻ കൊടുക്കുന്നു. അതിപ്പോൾ എൻ്റെ പേര് എഴുതി വെക്കേണ്ട കാര്യമില്ലല്ലോ. ആഹാരമൊക്കെ കൊടുക്കുന്നതിന് എന്തിനാണ് ബാനർ? ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നതിന് എൻ്റെ പേര് അടിച്ചു വെക്കേണ്ടതുണ്ടോ എന്നുള്ളത് കൃത്യം ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം എടുത്ത് ഒരു ആശുപത്രിയെ മെഡിക്കൽ കോളേജ് ആക്കി ഉയർത്തുമ്പോൾ അത് ആരുടെ പണമാണ്? മുരളീധരന്റെ വീട്ടിലെ പണമോ കരുണാകരൻ ഉണ്ടാക്കിയ പണമോ അല്ല. പിന്നെ ഏതാണ്? ഈ നാട്ടിലെ ജനങ്ങൾ കഷ്ടപ്പെട്ട് നികുതി തരുന്ന പണമാണ്. ആ പണം എടുത്ത് ഒരു ആശുപത്രി നന്നാക്കിയിട്ട് അതിൽ സ്വന്തം അപ്പന്റെ പേരെഴുതി വെക്കുന്നത് ശരിയായിട്ടുള്ള രീതിയാണോ? പൊതിച്ചോറിൽ മാത്രം നിങ്ങൾ എന്തിനാണ് ബാനർ കെട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും ഇക്കാര്യത്തിൽ കൂടി മറുപടി പറയാൻ കെ മുരളീധരൻ തയ്യാറാകേണ്ടതുണ്ട്. ഞാൻ ചെയ്താൽ അത് ഗംഭീരമാണ്. എനിക്ക് എൻ്റെ അച്ഛൻ്റെ പേര് പഴയ മുഖ്യമന്ത്രി ആയിരുന്നത് കൊണ്ട് ഞാൻ ഇരിക്കുന്ന വകുപ്പിൽ ഈ നാട്ടിലെ പൊതുപ്പണം അല്ലെങ്കിൽ ജനങ്ങളുടെ നികുതി പണം എടുത്ത് ചെലവഴിച്ചതിന് ശേഷം അച്ഛൻ്റെ പേര് ബ്രാൻഡ് ചെയ്ത് വയ്ക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ മെഡിക്കൽ കോളേജിൽ വിതരണം ചെയ്യുന്ന ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറിൽ ഡിവൈഎഫ്ഐ ഹൃദയപൂർവ്വം എന്ന് എഴുതിയിരുന്നാൽ അത് കണ്ടാൽ പൊള്ളലുണ്ടാകും. ഒരു വല്ലാത്ത തരം പൊള്ളലാണല്ലോ മിസ്റ്റർ മുരളീധരൻ ഇത്. അത് അച്ഛന്റെ പേര് ജനറൽ ആശുപത്രിക്ക് കൊടുത്തത് ശരിയാണെങ്കിൽ ഡിവൈഎഫ്ഐ അവർ ചെയ്യുന്ന നന്മ പ്രവർത്തനം ഞങ്ങളാണ് ചെയ്യുന്നത്, അല്ലാതെ ആ പൊതിച്ചോറിൽ ഒരിടത്തും ഡിവൈഎഫ്ഐ എന്ന് എഴുതി വെച്ചിട്ടില്ല. ഒരു കൗണ്ടറിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്യുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. അത് സേവാഭാരതി ഉൾപ്പെടെയുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ രീതിയിൽ തടയാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെ മറന്നിട്ട് ഇമാതിരി ഡയലോഗ് അടിച്ചാൽ നാട്ടുകാർ തൊണ്ട തൊടാതെ അതങ്ങ് വിഴുങ്ങുമെന്ന് മുരളീധരൻ കരുതരുത്. അപ്പന്റെ പേര് കൊണ്ടുവന്ന് ഒരു ജനറൽ ആശുപത്രിയുടെ പേര് മാറ്റി കരുണാകരൻ മെഡിക്കൽ കോളേജ് എന്ന് മന്ത്രിക്കാക്കാമെങ്കിൽ ഈ കാര്യം ഡിവൈഎഫ്ഐ ചെയ്യുന്നതിലും ഒരു തെറ്റില്ല. കെ കരുണാകരന്റെ വലിയ കോൺട്രിബ്യൂഷൻ ഒന്നും ജനറൽ ആശുപത്രിയെ ഇന്നത്തെ നിലയിലേക്ക് ആക്കിയതിൽ ഇല്ല എന്നുള്ളൊരു ചരിത്രം കൂടിയുണ്ട്. അപ്പോ എന്റെ അച്ഛന്റെ പേര് നാട്ടുകാർ ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ എന്റെ അധികാര സ്വാധീനം ഉപയോഗപ്പെടുത്തി പേരവിടെ ബാനർ അടിച്ചു വെക്കാമെങ്കിൽ, ലേബൽ ചെയ്യാമെങ്കിൽ ഡിവൈഎഫ്ഐക്ക് ചെയ്യാൻ പാടില്ല എന്നൊരു കൽപ്പന പുറപ്പെടുവിച്ചാൽ ഈ നാടത് അംഗീകരിക്കുമോ മിസ്റ്റർ മുരളീധരൻ? ഇതൊക്കെ ഒരുതരം കിങ്ങിണി പരിപാടി എന്ന് നാട്ടുകാർ പരിഹസിക്കുമെന്ന് മാത്രമേ ഓർമ്മിപ്പിക്കാനുള്ളൂ.